അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 4 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് 6-7 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബോക്സ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളതിൽ ഒരു ഗ്ലാസ് തലപ്പാൽ, ആദ്യത്തെ പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി 2ാം പാൽ, ബാക്കിയുള്ളത് പിഴിഞ്ഞ് ഒരു 3/4 കപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാള, അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളതിലേക്ക് സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മുളക് പൊടി വളരെ കുറച്ചിട്ടുള്ളൂ. നമ്മൾ പച്ചമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. മുളകും മഞ്ഞളും ഒക്കെ ശരിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് വാടട്ടെ. ഇത് മൂടി വെക്കാം. ചെറിയ തീ കിടന്ന് നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെക്കാതെ ഇനി നേരിയ തീ കിടന്ന് വാടി നന്നായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് 2ാമത്തെ പാൽ ഒഴിക്കാം. നമ്മളുടെ തക്കാളി സവാളയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല്, 2ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളിക്കറി ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നമ്മളുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സ്റ്റവ് ഓഫ് ആക്കിയാണ്.